Dear students, good morning. Welcome back to my video class. Use calculator. Determine up to 2 decimals. The perimeter of the perimeter and area of the circle in the picture. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിലിങ്ങനെ സെറ്റ് സ്ക്വയർ പോലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുണ്ട്. സെറ്റ് സ്ക്വയറിൽ 1 ഇവിടെ 3 ആണ്, 6 ആണ്, 1 2 3 അങ്ങനെ 6 ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. ഡയമീറ്റർ കിട്ടിയാൽ നമുക്ക് റേഡിയസ് അറിഞ്ഞാൽ ഏരിയയും പെരിമീറ്ററും കാണാം. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷനാണ് 2πr. ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് πr. സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കാണാം. അപ്പൊ നമുക്ക് റേഡിയസ് കാണുക എന്നതാണ് ലക്ഷ്യം. റേഡിയസ് കാണാൻ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ പേര് ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ AC തന്നിട്ടുണ്ട് 3, BC 6 ആണ്, AB നമ്മൾ കണ്ടുപിടിക്കും. ആംഗിൾ C 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കറിയാം ഒരു സെറ്റ് സ്ക്വയറിന്റെ കോർണർ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഡയമീറ്റർ ആവും. എല്ലാവരുടെ ഡയമീറ്റർ ആവും എന്ന് പറഞ്ഞിട്ടില്ല. ഡയമീറ്റർ ആവുന്നത് അതുകൊണ്ടാണ്. സെറ്റ് സ്ക്വയറിന്റെ കോർണർ 90 ഡിഗ്രി ആയതുകൊണ്ട് AB ആസ് എ ഡയമീറ്റർ. AB ആസ് എ ഡയമീറ്റർ. AB സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ പൈത്തഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ്. ഈ സൈഡിന്റെ സ്ക്വയറും സെക്കൻഡ് സൈഡിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യാം ബൈ പൈത്തഗോറസ് തിയറം. AC 3 ആണ്, BC 6 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 6 സ്ക്വയർ 36 ആണ്. 9ഉം 36ഉം കൂടെ ആഡ് ചെയ്താൽ 45. AB സ്ക്വയർ 45. AB എന്തായിരിക്കും? √45. ഇനി നമുക്ക് 9th പഠിച്ചതാണ് 45നെ ഫാക്ടർ ചെയ്ത് നമ്പർ റൂട്ടിലാക്കി എഴുതാം. അപ്പൊ 45നെ 9 × 5 എഴുതി അതിലെ റൂട്ട് കാണാൻ പറ്റുന്ന നമ്പറാക്കി മാറ്റാം. ഇവിടെ 9ന്റെ റൂട്ട് കാണും. 9ന്റെ റൂട്ട് എത്രയാ? 3 ആണ്. 3√5. അത് നമുക്ക് ABയിലേക്ക് കാണാം. AB എന്ന് പറഞ്ഞാൽ 3 × √5. അപ്പൊ √5ന്റെ വാല്യൂ 2.3606 ആണ്. എത്രയാണ് വാല്യൂ കണ്ടുപിടിച്ച? 3606 ആണ്. 2 ഡെസിമൽ ആയതുകൊണ്ട് 2.36. √5ന്റെ √3ന്റെ നിങ്ങൾ പഠിച്ചാൽ 1.72. √2ന്റെ 1.4 ആണ്. 3 ഡെസിമലാണ്. അപ്പൊ √5ന്റെ വാല്യൂ കിട്ടി 2.36. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 6 18 1 ആണ്. 3 9 10ഉം 1ഉം 7.08. നിങ്ങൾക്ക് ഹൈപ്പോട്ടനസ് കിട്ടി 7.08 ആണ്. അല്ലെങ്കിൽ ABC ഡയമീറ്റർ 3 എടുത്താലും അപ്പൊ റേഡിയസ് എന്തായിരിക്കും? 7.08ന്റെ ഹാഫ് ആണ്. 7ന്റെ 3.54 ആണ് വരുന്നത്. 3.54. ഇനി നിങ്ങൾക്ക് പെരിമീറ്റർ ആണ് കാണുന്നത് വെച്ചാൽ പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ 2πr ആണെന്ന് അറിയാം. പൈന്റെ വാല്യൂ 2 ഡെസിമലിൽ 3.14 ആണ്. റേഡിയസ് 3.54. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്രോക്സിമേഷൻ ആയിട്ട് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ പെരിമീറ്റർ നിങ്ങൾക്ക് ഒരു 2 ഡെസിമലിലാണെങ്കിൽ അപ്രോക്സിമേഷൻ 21.07 സെന്റിമീറ്റർ ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡെസിമൽ എഴുതുമ്പോൾ 21.07 സെന്റിമീറ്റർ.
ഇനി ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. 3.14 ഇൻറ്റു ആർ. ആർ എത്ര ഇവിടെ 3.54 ഹോൾ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇത് കൊടുക്കാം 3√5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 945 വരും. 3.14 ഇൻറ്റു 3.5 സ്ക്വയർ ഇല്ല. 3.54 3.54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും 3.14 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേഷൻ വാല്യൂ 35.3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് 35 എക്സെട്ര 35 പോയിന്റ് സംതിങ് ആയിരിക്കും. 35.37 3 അങ്ങനെ വരും. 1 ഡെസിമൽ എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പം നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ 3ഉം 6ഉം ആണ്. അതുപയോഗിച്ച് നമ്മൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഡയമീറ്റർ കാണും. ഡയമീറ്റർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയസ് കാണാൻ ഹാഫ് എടുക്കുക. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പെരിമീറ്ററും ഏരിയയും കാണും. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ടെക്സ്റ്റ് ബുക്കിൽ യൂസിങ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാൽക്കുലേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 3.54നെ 3.54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ 35.3 കിട്ടുക. അത് എഴുതി വെക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്ലിയർ അല്ല? ഇനി പേജ് നമ്പർ 43 ക്വസ്റ്റ്യൻ ആണ്, 8th ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യണം, ഫസ്റ്റ് ഇത് നോക്കാം. റോംബസ് ആണ്. എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ദ സർക്കിൾ ഡ്രോൺ അറ്റ് ദ സൈഡ് ഓഫ് ദ റോംബസ്. റോംബസിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എന്നിട്ട് ഇത് എന്ത് ചെയ്യാണ്, സെന്റർ ആക്കിയിട്ട് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സെന്റർ ആക്കി സർക്കിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ല പ്രയാസമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, കോമ്പസ് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി. ഇതാണ് ഫിഗർ. പ്രൂവ് ദാറ്റ് all 4 circles drawn with the sides of rhombus. ഇതൊരു റോംബസ് ആണ്. റോംബസിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. നമുക്ക് ABCD തന്നെ കൊടുക്കാം. റോംബസ് ആണ് ABCD. ഇനി പ്രൂവ് ചെയ്യേണ്ടത് സർക്കിൾസ് drawn with the side as a diameter. സൈഡ് ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരയ്ക്കും. ഫസ്റ്റ് AB ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരച്ചു. പിന്നെ BC ഡയമീറ്റർ ആയിട്ട് വേറൊരു സർക്കിൾ വരച്ചു. CD ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരച്ചു. AD ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചു. അങ്ങനെ അത് മീറ്റ് ചെയ്തപ്പോഴാണ് കോമൺ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. കോമൺ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഒരു ഈസി മെത്തേഡ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് തന്ന റോംബസ് ആണ്. റോംബസ് ആണെങ്കിൽ AB BC CD AD ഈക്വൽ ആണ്. ഒരു കണ്ടീഷൻ, സൈഡ്സ് ഈക്വൽ ആണ്. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. AC BD പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും, പെർപെൻഡിക്കുലർ. അപ്പോൾ അതവിടെ ആംഗിൾസ് ആദ്യം AOB 90. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് എഴുതി വെക്കാം. ഡയമീറ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. റോംബസ് ആയ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അവിടെ ഡയഗണൽ എന്തായിട്ടാണ് വരുന്നത്? ഡയഗണൽ പെർപെൻഡിക്കുലർ. ഡയമീറ്റേഴ്സ് ആർ പെർപെൻഡിക്കുലർ.
റോംബസ് ആണ്. റോംബസിന്റെ സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ റോംബസിന്റെ പ്രത്യേകത എന്താ? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതിൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതോട് ഫസ്റ്റ് ആംഗിൾ AOB 90 ഡിഗ്രി എടുക്കാം. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് 90 ഡിഗ്രി അല്ല, ഇപ്പൊ 90 ഡിഗ്രി ആവുമ്പോൾ എന്താ പ്രത്യേകത? AOB 90 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്കറിയാം 90 ഡിഗ്രിയാണ്. ഇത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിൾ ആണ്. അതിലെ പോയിന്റ് ആണ് O. അപ്പൊ അതുകൊണ്ട് OB the point, OB the circle, OB on the circle having diameter A. OB on the circle having diameter A. AB diameter ആയിട്ടുള്ള സർക്കിളിലെ പോയിന്റ് ആണ് O. അതുപോലെ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് AB ഡയമീറ്റർ ആയിട്ട് വരുള്ളൂ അതിലെ സർക്കിളിലെ പോയിന്റ്. ഇനി നമുക്ക് അടുത്ത ആംഗിൾ BOC 90 എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? OB on the circle having, ഇപ്പൊ ഡയമീറ്റർ എന്താ വരിക? ഹാവിങ് ഡയമീറ്റർ, അവിടുത്തെ ഡയമീറ്റർ ഏതാ വരിക? 90 ഡിഗ്രി ആയതുകൊണ്ട് BOC 90 ഡിഗ്രി ആയതുകൊണ്ട് ആ സർക്കിളിലെ പോയിന്റ് ആണ് ഏത് ഡയമീറ്റർ ആയിട്ടുള്ള? BC. O is the point. അപ്പം രണ്ടാമത്തെ ആയി. ഇനി മൂന്നാമത്തെ അതേമാതിരി COD 90 ഡിഗ്രി. അതും നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് 90 ആണ്. 90 ആയതുകൊണ്ട് OB on the circle having, സർക്കിളിലെ പോയിന്റ് ആണ് ഹാവിങ് ഡയമീറ്റർ. ഏത് ഡയമീറ്റർ ആയിട്ട് വരുന്നത്? അവിടെ ഡയമീറ്റർ ആയിട്ട് ഏതാ വരുന്നത്? CD ഡയമീറ്റർ ആയിട്ട് സർക്കിളാണ്. ഇനി നാലാമത്തെ ആംഗിൾ AOD 90 ഡിഗ്രിയാണ്. അവിടെ OB on the circle having diameter ഏതാ വരിക? AD ഡയമീറ്റർ ആയിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറഞ്ഞു AB ഡയമീറ്റർ സർക്കിളിലെ പോയിന്റ് ആണ് O. BC ഡയമീറ്ററിലെ സർക്കിളിലെ പോയിന്റ് ആണ് O. CD ഡയമീറ്റർ ആയിരിക്കുന്ന സർക്കിളിലെ പോയിന്റ് ആണ് O. AD ഡയമീറ്റർ ആയിരിക്കുന്ന സർക്കിളിലെ പോയിന്റ് ആണ് O. Therefore, O is the common. O is a common point. എന്തൊക്കെയാണ് ചെയ്തത്? ഇതിലുപയോഗിച്ചത് റോംബസ് ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സൈഡ്സ് ഈക്വൽ ആയത് മാത്രമല്ല ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതുകൊണ്ട് ഓരോ ആംഗിളും എന്തായിരിക്കും? 90 ആവും. 90 ആയിക്കഴിഞ്ഞാൽ അതിൽ O എന്ന പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണ്. ഏതാണ് ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്? AB ഡയമീറ്റർ ആയിട്ടുള്ള സൈഡ് AB ഡയമീറ്റർ ആയിട്ട് വരച്ച സർക്കിളിലെ പോയിന്റ്. അങ്ങനെ 4 സൈഡിലും ഡയമീറ്റർ ആയിട്ട് വരച്ച സർക്കിളിലെ പോയിന്റ് ആണ് O. O is the common point. രണ്ട് സർക്കിളിന്റെ ഡയമീറ്റർ CD and BC ആയിരിക്കും. Those circles having diameter CD and BC passes through the midpoint. O. Passes through the midpoint of BD O. Those circles having diameter CD and BC are passing through the midpoint of BD.
Therefore, O is the common point. O is the common point. ഒന്നുകൂടി പറയാം. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രി 90 ഡിഗ്രി ആയതുകൊണ്ട് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് OD ഈക്വൽ ടു OB ആയിരിക്കും. അതിൽ O is the മിഡ് പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഈ ഭാഗത്ത് 2 സർക്കിൾ എടുക്കുക. 2 സർക്കിൾ പാസിംഗ് ത്രൂ ദ ഈ 2 സർക്കിൾസും പാസിംഗ് ത്രൂ ദ പോയിന്റ് O ആണ്. ഇനി ഈ സർക്കിളിന് BCD എന്നത് ഒരു സർക്കിളാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ദോസ് സർക്കിൾസ് ഹാവിങ് ഡയമീറ്റർ, അതിന്റെ ഡയമീറ്റർ ഏതൊക്കെയാണ്? സിഡിയും ബേസിയും ആണ്. ആ പാസിംഗ് ത്രൂ ദ പോയിന്റ് O, അത് മിഡ് പോയിന്റ് ഓഫ് BD ആണ്. മിഡ് പോയിന്റ് ഓഫ് BD കൂടെ നമുക്കറിയാം 2 ഈക്വൽ സൈഡ്സ് ആയിട്ട് ഡയമീറ്റർ വരയ്ക്കുമ്പോൾ അതിന്റെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വരച്ചിരുന്നു. ഇത് സൈഡായിട്ടൊരു സർക്കിളും ഇതൊരു സർക്കിളായിട്ട് വരയ്ക്കുമ്പോൾ പാസസ് ത്രൂ ദ മിഡ് പോയിന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? O is the common point എന്ന് പറയും. ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഇത് 90 90 90 90 ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ എല്ലാ ആംഗിളും 90 ആയതുകൊണ്ട് 90 പ്ലസ് 90 പ്ലസ് 90 എത്ര വരും? 360 ആണ്. ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360. O is the common point. അത് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതി ഇതാണ്. ഓരോ ആംഗിളും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ 90 90 90 ആണ്. ടോട്ടൽ ചെയ്താൽ 360 ആണ്. അപ്പോൾ കോമൺ പോയിന്റ് ആംഗിൾ അറൌണ്ട് എ കോമൺ പോയിന്റ് ഈസ് എന്തായിരിക്കും? 360 ആണ്. കോമൺ പോയിന്റ് ആയിട്ട് എടുക്കും. അങ്ങനെ ആ ക്വസ്റ്റ്യനും ചെയ്യും.